സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് അച്ഛൻ്റെ മുമ്പിൽ വെച്ചുള്ള പ്രിയങ്കയുടെ പെരുമാറ്റമൊക്കെ കണ്ട് വരണാകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വരണോന്ന് തണുപ്പിക്കാനായിട്ട് മുത്തശ്ശി ശ്രമിച്ചുകൊണ്ടിരിക്കണേന് നീ വിഷമിക്കണ്ടടാം. അവർ രണ്ടാളും കൂടി നിന്നോട് ചെയ്യുന്നതിനെല്ലാം നീ ഓരോന്നോരോന്നായി കണക്കെഴുതി കൂട്ടിവെച്ചേക്കണം. നിന്നെ കൊണ്ട് തന്നെ അതിനുള്ള പണിയെല്ലാം അവർക്ക് ഞാൻ തിരികെ കൊടുപ്പിച്ചിരിക്കും. അതുവരെ കുറച്ച് നാൾ നീ ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്ക്. അന്നേരം പറയണേ മുത്തശ്ശി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം ഇതൊക്കെ ഞാൻ ക്ഷമിച്ച് നിൽക്കുന്നത്. പക്ഷേ എന്നെ നിയന്ത്രണം വിട്ടാലുണ്ടല്ലോ രണ്ടിനെ കഴുത്തി ഞെരിച്ച് കൊല്ലും. അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അന്നേരം മുത്തശ്ശി പറയണേ തൽക്കാലം നീ നിൻ്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ മാത്രം മുത്തശ്ശി പറയുന്നുള്ളൂ. പക്ഷേ കൊടുക്കേണ്ട പണി കൃത്യമായിട്ട് നീ ഇടക്കിടക്ക് അവർക്ക് കൊടുത്തോളണം. അതിന് മുത്തശ്ശി നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നീട് റൂമിലേക്ക് വന്ന വരുണിനോട് രാധിക സംസാരിക്കുന്നുണ്ട്. വരുൺ വിഷമിക്കാതിരിക്കെ എല്ലാത്തിനും ഉടനൊരു പരിഹാരം ഉണ്ടാകും. അതുവരെ തൽക്കാലം കുറച്ച് നാളത്തേക്ക് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. എന്തിനും ഏതിനും കൂടെ ഞാനില്ലേ, പിന്നെ എന്തിനാ വരുൺ ടെൻഷനാവുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് വരുണിനൊന്ന് ഉഷാറാക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനാണെങ്കിൽ വീട്ടിലൊരു സ്വസ്ഥതയുമില്ലാതെ ആറ്റുവാശ്ശേരിയിൽ ദേവനെ ഫോൺ വിളിക്കുവാണ്. എന്നിട്ട് ദേവനോട് പൊട്ടിത്തെറിക്കണുണ്ടോ. തൻ്റെ മനസ്സിലെ സങ്കടം മുഴുവൻ ദേവനോട് പറയുവാണ്. കണിമംഗലത്തിൻ്റെ അകം തീയിട്ട് പുറത്തു നിന്ന് കാഴ്ചകൾ കാണുവാണല്ലേ. തിരുമേനിയുടെ അമ്മയും മകളും കൂടി ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? എൻ്റെയും എൻ്റെ മകൻ്റെ സ്വസ്ഥത നശിപ്പിക്കുവാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനം തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ ആ പരമേശ്വരൻ്റെ സങ്കടങ്ങളും വാക്കുകളൊക്കെ കേൾക്കുന്നതും ദേവൻ അങ്ങ് തകർന്നു പോകുവാണ്. ദേവൻ പറയണേ മാപ്പ് ചോദിക്കാനല്ലാതെ എനിക്ക് മറ്റെന്ത് പറ്റും എന്നും പറഞ്ഞ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ദേവൻ അങ്ങ് പൊട്ടിക്കരയുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക പച്ചമാങ്ങയൊക്കെ കഴിക്കാനായിട്ട് മുത്തശ്ശി അതെല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചിരിക്കുവാണ്. അന്നേരം വരണം സുകുമാരിയമ്മയൊക്കെ ഹോളിലിരിക്കുന്നുണ്ടാവും കേട്ടോ. ഈ സമയം അവരും കൂടി കാണാൻ വേണ്ടി അവരിരിക്കുന്ന ടേബിളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാണ് അതെല്ലാം വെക്കുന്നത്. കൂടെ പ്രിയങ്കയും കൽപ്പനയും ഉർവശിയൊക്കെ ഉണ്ടാകും. എന്നിട്ട് വരണിരിക്കുന്ന സോഫയുടെ അരികിൽ തന്നെ ഒരു സോഫയിൽ കൊണ്ടുവന്ന് പ്രിയങ്കനെ ഇരുത്തുക. മോളിവിടെ ഇരിക്കും. വരണേ പ്രിയങ്കയ്ക്ക് മാങ്ങയൊക്കെ ഓരോന്നെടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നേ. ഒന്നുമില്ലെങ്കിലും നിൻ്റെ ഭാര്യയല്ലേ, നിൻ്റെ കൊച്ചിനല്ലേ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇത്തരം ആഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ അരികിലിരുന്ന് ചെയ്തു കൊടുക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമല്ലേ. അതെല്ലാം കേൾക്കുമ്പോൾ വരണങ്ങ് ചൊറിഞ്ഞേറി വരുന്നുണ്ട്. ഈ സമയം വരണം ജയഭാരതി മുത്തശ്ശിയും ഒരു പണിയൊപ്പിക്കാൻ തന്നെ തീരുമാനിക്കുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്കയാണെങ്കിൽ വരുൺ വാരി തന്നാലേ കഴിക്കോളെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുവാണ്. ഈ സമയം വരുൺ പറയണേ ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവളെ കഴിക്കാതിരിക്കണ്ട, എന്നിട്ട് വേണം ഇവളെ പട്ടിണി കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി അടുത്ത കേസ് കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞ് വരുൺ ആ മാങ്ങ എടുത്ത് പ്രിയങ്കയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്കയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അതുകൊണ്ട് സുകുമാരിയും കൈയടിക്കണേ കേട്ടോ. കൽപ്പനക്കും ഉർവശിക്കും ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം ഇതിൻ്റെ ഇടയിൽ വരുൺ അവരൊന്നും കാണാതെ ആ മാങ്ങയോടൊപ്പം ഒരു പച്ചമുളകും കൂടി വെച്ചിട്ട് പ്രിയങ്കയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അന്നേരം അത് കഴിക്കുന്നതും എരിഞ്ഞിട്ട് പ്രിയങ്കയുടെ മുഖമൊക്കെ മാറുവാണ് കേട്ടോ. എന്നിട്ട് ചാടി എണീറ്റ് തലയിലൊക്കെ കൈ പിടിച്ച് അയ്യോ എരിഞ്ഞിട്ട് ചാവുന്നേ എന്നും പറഞ്ഞ് പുകഞ്ഞ് വല്ലാണ്ടാകുവാണ് കേട്ടോ പ്രിയങ്ക. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ നിൽക്കുവാണ് സുകുമാരിയമ്മയും കൽപ്പനയും ഉർവശിയൊക്കെ. ഈ സമയം വരണം മുത്തശ്ശിയും കൂടി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ്. അങ്ങനെ പ്രിയങ്കയ്ക്കൊരു മുട്ടം പണി കിട്ടുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്